എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ ഗവൺമെൻറ് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി സ്കൂളുകളിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ പ്രൈവറ്റ് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള അത് ഗവൺമെൻറ് GNM സ്കൂളുകളിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഓക്സിലറി നഴ്സിംഗ് സ്കൂളുകളിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓഫ്ലൈനായിട്ടാണ് ഇതിൻ്റെ അപേക്ഷ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ആ ഒരു സമയത്ത് dhs.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഈ ഒരു അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം ജൂണിൽ ആരംഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് അറിയില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് GNM സ്കൂളുകളിലാണെങ്കിൽ ജൂൺ മാസം മുതലാണ് ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കുക. അതായത് ജൂൺ 1 മുതലാണ് ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കാറുള്ളത്. അതായത് +2ൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പോൾ അപേക്ഷ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് GNM സ്കൂളുകളിൽ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം പ്രമുഖ ഹോസ്പിറ്റലുകൾക്കെല്ലാം കീഴിൽ തന്നെ GNM സ്കൂളുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ GNM സ്കൂളുകളുടെ നമ്പർ കിട്ടുകയും അവിടെ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടുത്തെ അഡ്മിഷൻ നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. അപ്പോൾ GNM സ്കൂളുകളിൽ പ്രൈവറ്റിൽ എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ള കാര്യം പറയാം. ഓരോ പ്രൈവറ്റ് GNM സ്കൂളുകളിലും നിങ്ങൾ നേരിട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് അതിൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്, അതായത് നാറ്റിവിറ്റി, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ളതും, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ അവരുടെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടി വരിക. ആപ്ലിക്കേഷൻ ഫോം വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ഫീസ് കൂടി ഒരുമിച്ച് വാങ്ങും. അതായത് ആപ്ലിക്കേഷൻ ഫീസിന് ഏകദേശം അത് നിങ്ങൾക്ക് ഫോം കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 300 രൂപ, 250 മുതൽ 300 രൂപ വരെയൊക്കെ അതിന് ഫീസ് വരാറുണ്ട്. അപ്പോൾ അത് ആപ്ലിക്കേഷൻ ഫീസായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്ത് നിങ്ങൾ ഈ ഫോം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ സെൽഫ് അറ്റസ്റ്റ് കോപ്പി കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിവിധ പ്രൈവറ്റ് GNM സ്കൂളുകളിലേക്കുള്ള അപേക്ഷ നടപടികളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൈവറ്റ് GNM സ്കൂളുകളിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. നിങ്ങളുടെ നാട്ടിലേത് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രൗസർ എടുത്തിട്ട്, അതായത് നിങ്ങളെ ഗൂഗിൾ ക്രോം ബ്രൗസറോ മറ്റോ എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് GNM സ്കൂൾസ് ഇൻ കേരള എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയുടെ പേരോ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് GNM സ്കൂളുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അവിടുത്തെ കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ അതായത് ഏതെങ്കിലും ഹോസ്പിറ്റലിന് കീഴിലായിരിക്കും ഈ ഒരു GNM സ്കൂൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ നമ്പർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രൈവറ്റ് GNM സ്കൂളുകളിലേക്കും അഡ്മിഷൻ നേടണമെങ്കിൽ അതത് GNM സ്കൂളുകളിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു GNMന് അപേക്ഷിക്കാനായിട്ടുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം. യോഗ്യത എന്ന് പറയുമ്പോൾ ബയോളജി സയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബയോളജി സയൻസ് ആണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് GNM സ്കൂളുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇവ പഠിച്ചവർക്കും വേണമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ബയോളജി സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി. ബയോളജി സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷിക്കാനില്ല അല്ലെങ്കിൽ അഡ്മിഷൻ നേടാനില്ല. അപേക്ഷിച്ചിട്ടും അഡ്മിഷൻ നേടുന്നില്ലെങ്കിൽ മാത്രമാണ് മറ്റേ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ഈ ഒരു കൊമേഴ്സ്, അതുപോലെ ഹ്യൂമാനിറ്റീസ് ഇവ പോലുള്ളവ പഠിച്ചവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കേരളത്തിന് പുറത്ത് ഈ ഒരു GNM സ്കൂളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് അങ്ങനെ പോയിട്ട് വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലും നിങ്ങൾക്ക്, അതായത് കേരളത്തിൽ തന്നെ പ്രൈവറ്റിൽ തന്നെ വിവിധ GNM സ്കൂളുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഓരോ പ്രൈവറ്റ് GNM സ്കൂളുകളിലും അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ നേരിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏകദേശം 300 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇനത്തിൽ വരുന്നത്. ഇനി ഗവൺമെൻറ് മേഖലയിലെ GNM സ്കൂളുകളിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നേടുക എന്ന് നോക്കാം. അപ്പോൾ ഗവൺമെൻറ് മേഖലയിലെ GNM സ്കൂളുകളിൽ അഡ്മിഷൻ നേടാനായിട്ട് നിങ്ങൾക്ക് dhs.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതുപോലെ അതിൽ ഡൗൺലോഡ്സ് ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു GNMൻ്റെ രജിസ്ട്രേഷൻ്റെ ആ ഒരു കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ DHS പോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റാണ് DME, അതായത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റാണ് dme.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ വിദ്യാർത്ഥികൾ SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക. കാരണം ആ ഒരു വെബ്സൈറ്റിൽ, അതായത് DMEയുടെ കീഴിൽ ഏകദേശം 3 ഈ ഒരു ജനറൽ നഴ്സിംഗ് സ്കൂളുകളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 2 സീറ്റ് ഈ ഒരു SCക്കോ STക്കോ ഏതൊരു വിഭാഗത്തിനായിട്ട് റിസർവ് ചെയ്ത സീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ആ ഒരു DHS അല്ല DME വെബ്സൈറ്റ് കൂടി പരിശോധിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ DMEയുടെ ആ ഒരു SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഒരു തപാൽ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് ഈ ഒരു തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഓഫീസിൽ നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷയിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ആ ഒരു വെബ്സൈറ്റിൽ വരും.
അപ്പോൾ ആ ഒരു ഫോം അതിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കൂടെ എന്തൊക്കെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അതും അതുപോലെ തന്നെ നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പിയാണ് വേണ്ടത്, ഒറിജിനൽ അല്ല. അപ്പോൾ കോപ്പി മാത്രമേ അയക്കാൻ പാടുള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒറിജിനലൊന്നും അയക്കരുത്, കാരണം പിന്നീട് അത് തിരിച്ചിട്ടാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പി മാത്രമേ എല്ലാത്തിൻ്റെയും കൂടെ അയക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു നിങ്ങളുടെ അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ എല്ലാവിധ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടത് അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റാണ് ഇതിൻ്റെ കൂടെ അയക്കേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ ഫോട്ടോ ഒക്കെ ഒട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് അത് സ്പീഡ് പോസ്റ്റായിട്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഓഫീസിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഒരു നിശ്ചിത ടൈം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങളുടെ അപേക്ഷകൾ അവിടെ എത്തണം. ലേറ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ അത് പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അതിൻ്റെ ഡേറ്റ് നീട്ടാറുണ്ട്. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ SC/ST ഉൾപ്പെടെ അതുപോലെ OBC OEC അതുപോലെ തന്നെയുള്ള വിവിധ വിഭാഗങ്ങളുണ്ടാവും. അതുപോലെ EWS ഇതുപോലെ വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് dhs.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ വരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ വർഷത്തേത് വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഏകദേശം ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇതിൻ്റെ അപേക്ഷ ഫെബ്രുവരി അല്ല, ഈ ഒരു ജൂലൈ മാസത്തിലായിരുന്നു വന്നിട്ടുള്ളത്. ഈ വർഷം അത് ഏകദേശം ജൂൺ മാസത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വർഷം ഏകദേശം ജൂൺ മാസത്തിൽ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻസിൽ കൃത്യമായിട്ട് ജനറൽ നഴ്സിംഗ് കോഴ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ പ്രോസ്പെക്ടസ് ഉണ്ടാകും, അതുപോലെ അപേക്ഷാ ഫോം ഉണ്ടാകും. അപ്പോൾ പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ അയക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയാണ് അയക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അപേക്ഷാ ഫോം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ജനറൽ നഴ്സിംഗിൻ്റേത്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ അപേക്ഷാ ഫോം ഉണ്ടാവുക. അതായത് കേരളത്തിൽ 15 GNM സ്കൂളുകളാണ് ഉള്ളത്. അപ്പോൾ 15-ൽ SC/ST വിഭാഗത്തിലുള്ള ആ ഒരു SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള ആ ഒരു GNM സ്കൂളാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിങ്ങൾക്ക് ഏകദേശം 15 സ്കൂളുകൾ ഉണ്ടെങ്കിലും അതായത് 14 എന്ന് പറയാം. ആ ഒരു SC/ST വിഭാഗത്തിലുള്ളവർക്കുള്ള റിസർവേഷനാണ്. അപ്പോൾ ഈ ഒരു 14 GNM സ്കൂളുകളിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓപ്ഷൻ മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഏത് ജില്ലയിലെ ഏത് GNM സ്കൂളിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എന്നാൽ ഏതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു GNM സ്കൂളിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങളിപ്പോൾ കൊല്ലം ജില്ലയിലാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ള ടിക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് GNM സ്കൂളാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു GNM സ്കൂളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് ഇതിൻ്റെ കൂടെ എന്തിൻ്റെയൊക്കെയാണ് കോപ്പി വേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് അതായത് ഒരുമിച്ച് പിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഏത് GNM സ്കൂളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ അയക്കാവുന്നതാണ്. അതായത് സ്പീഡ് പോസ്റ്റായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പോയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ് നിങ്ങളുള്ളത്, അപ്പോൾ ആ ഒരു ജില്ലയിലെ GNM സ്കൂളിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് അത് ഫോം വാങ്ങിയല്ല വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏത് GNM സ്കൂളിലാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കുന്നത് ആ ഒരു GNM സ്കൂളിലേക്ക് ഈ ഒരു ഫോമിനോടൊപ്പം നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് അതുപോലെ നാറ്റിവിറ്റി അതുപോലെ തന്നെയുള്ള മറ്റ് റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ കോപ്പിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ വെക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതായത് എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പിയാണ് വേണ്ടത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കോപ്പി നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ആണ് ഈ ഒരു എല്ലാവിധ കോപ്പികളും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അതായത് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അതായത് ജനറൽ വിഭാഗത്തിന് കഴിഞ്ഞ വർഷം 250 രൂപയായിരുന്നു. SC/ST വിഭാഗത്തിന് 75 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് DD എങ്ങനെ എടുത്തിട്ടാണ് ഇതിൻ്റെ ഈ ഒരു അപേക്ഷയിൽ കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആരുടെ പേരിലാണ് DD എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു പ്രോസ്പെക്ടസ് ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ഇതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് കേരളത്തിൽ ഒരു 14 GNM സ്കൂളുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു GNM സ്കൂൾ ഓപ്ഷനായിട്ട് കൊടുക്കാവുന്നതും ആ ഒരു GNM സ്കൂളിലേക്ക് ഒന്നുകിൽ തപാൽ മുഖേന സ്പീഡ് പോസ്റ്റ് മുഖേനയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയോ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ആശ്രാമത്തെ ആ ഒരു GNM സ്കൂളിൽ കൂടാതെ തന്നെ മറ്റൊരു GNM സ്കൂളിലേക്ക് അതായത് 2 GNM സ്കൂളുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. എന്നാൽ 2 GNM സ്കൂളിലേക്കും നിങ്ങൾ 2 സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതായത് 2 GNM അതായത് ഒന്ന് നിങ്ങളിപ്പോൾ SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ആശ്രാമത്തെ ആ ഒരു GNM സ്കൂളിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേത് ജില്ലയിലെ ആ ഒരു GNM സ്കൂളാണോ വേണ്ടത് അവിടേക്ക് കൂടി നിങ്ങൾക്ക് കൊടുക്കാം. എന്നാൽ രണ്ടിടത്ത് കൊടുക്കുന്ന സമയത്തും 2 ചലാൻ അതായത് ഈ ഒരു DD ചലാനോ അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു DD എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ 2 DD എടുക്കേണ്ടി വരും. അതുപോലെ 2 ആപ്ലിക്കേഷൻ രണ്ടിടത്തേക്കും നിങ്ങൾക്ക് അയക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് GNMൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അപേക്ഷയൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാകും. അപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു
മുൻഗണനാ ക്രമത്തിൽ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം അവിടെ അഡ്മിഷനായിട്ട് അത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരികയും പിന്നീട് അഡ്മിഷൻ ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാവുന്നതുമാണ്. എന്നാൽ ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ BSc നഴ്സിംഗ്, അതുപോലെ തന്നെ MBBS, PDS, അതുപോലെ എഞ്ചിനീയറിംഗ് ഇതുപോലുള്ളവയിൽ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് അവർ അങ്ങനെ അവിടെ നിന്ന് അഡ്മിഷൻ നേടാതെ മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം ജൂലൈ മാസത്തിൽ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് അത് മതിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബയോളജി സയൻസ് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. എന്നാൽ ബയോളജി സയൻസ് പഠിച്ച അപേക്ഷകരാണ് കൂടുതലുള്ളതെങ്കിൽ അവർക്കായിരിക്കും അഡ്മിഷന് മുൻഗണന ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു GNM കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കാം. എന്നാൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിൻ്റെ യോഗ്യത പറയുന്നത് +2 ബയോളജി സയൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി സയൻസ് പഠിച്ചവർക്കായിരിക്കും ഈ ഒരു പിന്നീട് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിന് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു DHS അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ചില സമയങ്ങളിൽ സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അതായത് പഠിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗവൺമെൻറ് ഈ ഒരു GNM സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ഫീസും കാര്യങ്ങളൊന്നും പേടിക്കാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.